എത്ര പതിറ്റാണ്ടായി കേരള പോലീസിന് തലവേദനയായി തന്നെ തുടരുകയാണ് സുകുമാരക്കുറുപ്പ് കേസ്. ആ കേസിൽ വീണ്ടും ഒരു ട്വിസ്റ്റ്. സുകുമാരക്കുറുപ്പിന്റേത് എന്ന പേരിൽ പുറത്തു വന്ന പാസ്പോർട്ടിന്റെ ഉടമ തൃശൂർ സ്വദേശി ദാമോദര മേനോനാണ് എന്ന് ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കണം എന്തൊക്കെ പുകിലായിരുന്നു എന്നത്. 40 വർഷമായി ദാമോദര മേനോൻ മലേഷ്യയിലാണെന്നും നിലവിൽ താമസം ബ്രൂണയിലാണ് എന്നും ബന്ധുക്കൾ പ്രതികരിച്ചു. നമുക്ക് ആ ബന്ധുക്കളുടെയും അതിനൊപ്പം നാട്ടുകാരുടെയും ഒക്കെ ചില പ്രതികരണങ്ങൾ കാണാം. അങ്ങൊരു ടെലക്കോലായിരുന്നു. ടെലക്കോൽ ജയിയായിട്ട് പ്രൊമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടെ നിന്ന് എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു. ടെലക്കോൽ ഞാൻ അവിടെ ഇറങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് ഇവിടെ ഞാൻ 6 മാസം ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോട്ട് ഇവിടെ ജയിയാക്കാൻ നിശ്ചയിച്ചു. ആര്? കമ്പനി. അതെ. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാമോദര മേനോൻ. ദാമോദര മേനോൻ. ഈ ചിത്രം ചേട്ടൻ എത്ര നാൾ മുമ്പ് കണ്ടിരിക്കുന്നത്? ഇവിടെ 1 മാസം മുമ്പ്. എന്താണ്, എങ്ങനെയാണ് കാണാനിടയായ സാഹചര്യം? കാണാനാണ് ഈ ഗോപിയോട് ഇടയ്ക്ക് വിളിക്കാൻ പറയും മരുമോനോട്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. വീട്ടുകാര്യങ്ങൾ പലതുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ കിട്ടി. അപ്പോൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ആളെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ആ, ഫോണിൽ ബന്ധപ്പെടാറ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഫോണിൽ ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും അമ്മാമൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. വിവരങ്ങൾ വോയിസ് മെസ്സേജ് ഒക്കെ വിടാറുണ്ട്. മറുപടി തരാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴാണ്? ഒരു മാസമായിട്ടുണ്ടാവും. 1-1.5 മാസമായിട്ടുണ്ടാവും. ഇത് ബന്ധുവാണെന്നാണ് എന്റെ 90% ഉറപ്പ്. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പാസ്പോർട്ടിലെ ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നി? അത് ബന്ധുവാണ്. പാസ്പോർട്ടിലെ ഫോട്ടോ എത്ര വർഷത്തെ മുന്നേ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഇത് എനിക്ക് ആളെ അയച്ചു തന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. അന്നിങ്ങനെ സുഖമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് വിളിച്ചു ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ്. ഇങ്ങനെ ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. വാട്സപ്പിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ആള് റിസീവ് ചെയ്യുന്നില്ല. ചിത്രം കുറുപ്പിന്റേതല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ചിത്രം ദാമോദര മേനോന്റേതെന്ന് ആണ് കണ്ടെത്തൽ. ദാമോദര മേനോന്റെ പേരിൽ കരുമത്രയിൽ 10 സെന്റ് ഭൂമിയുണ്ട് എന്നും പോലീസ് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. ഇയാളുമായി പോലീസ് സംഘം സംസാരിക്കുകയും ചെയ്തു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, കുറച്ച് ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇത് സുകുമാരക്കുറുപ്പിന്റെ ചിത്രമല്ല, ദാമോദര മേനോന്റെ ചിത്രമാണ് എന്നത് സംബന്ധിച്ച് പോലീസ് പ്രഥമ ദൃഷ്ട്യാ ഒരു സ്ഥിരീകരണം നൽകുക തന്നെയാണ് നമുക്ക് മാധ്യമങ്ങൾക്ക്. അതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ സ്ഥിരീകരിക്കുകയുമാണ്. ഈ ഫോട്ടോ ദാമോദര മേനോൻ ആണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് പോലീസ് ഔദ്യോഗികമായി തന്നെ അവരുടെ വീട്ടിലെത്തി വിശദവിവരങ്ങൾ എടുത്ത ശേഷവും അതോടൊപ്പം തന്നെ സമാന്തരമായി വിവിധ രേഖകൾ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന ചിത്രം അത് സുകുമാരക്കുറുപ്പിൻ്റെതല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു പോലീസ്. അതോടൊപ്പം തന്നെ ദാമോദര മേനോൻ്റെതാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. സ്വാഭാവികമായി കഴിഞ്ഞ 10-42 വർഷമായി പ്രചരിക്കുന്ന ഒരു വാർത്തകളുണ്ട്. പല സ്ഥലത്തും കണ്ടു എന്ന് പറഞ്ഞ് പോലീസിന് നിരവധി ഫോൺ കോളുകൾ വരാറുണ്ട്. അതിനുശേഷം പോലീസ് നടത്തുന്ന പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടാറുണ്ട്. അതിനുശേഷമാണ് പോലീസ് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോഴാണ് 10-42 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 80 വയസ്സിലധികം പിന്നിട്ടിരിക്കുന്നു ദാമോദര മേനോന്. ആ ദാമോദര മേനോന്റെ ചിത്രങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന നിലയിൽ പ്രചരിക്കുന്നത്. ഈ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തൃശൂർ ജില്ലയിലെ കരുമത്രയ്ക്കടുത്ത് മൂർക്കനാട്ട് ദാമോദര മേനോന്റേതാണ് ആ ചിത്രമെന്ന് കണ്ടെത്തിയത്. അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ ഇവിടെ നിന്ന് പോയതാണ്. ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചാണ് അദ്ദേഹം മലേഷ്യയിലേക്കും ബ്രൂണയിലേക്കും പോകുന്നത്. അവരുടെ അടുത്ത ബന്ധുക്കൾ കഴിഞ്ഞ 1 മാസം മുൻപ് വരെ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ആരോഗ്യസ്ഥിതി മോശമായ ചിത്രങ്ങൾ സഹിതമാണ്, ദൃശ്യങ്ങൾ സഹിതമാണ് അദ്ദേഹം അവരുടെ അടുത്ത ബന്ധുക്കൾ, പ്രത്യേകിച്ച് ഇവരുടെ സഹോദരൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഫോണിലേക്കാണ്, സഹോദരിയുടെ മകളുടെ ഭർത്താവിൻ്റെ ഫോണിലേക്കാണ് ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറ്. അദ്ദേഹവുമായാണ് ഫോണിൽ ബന്ധപ്പെടാറ്. അങ്ങനെയാണ് ഈ അടുത്ത ബന്ധുക്കളുമായുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ 1 മാസം മുൻപ് ആരോഗ്യസ്ഥിതി മോശമായെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദൃശ്യങ്ങൾ അയച്ചു നൽകിയിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു പറയുന്നത് തന്നെ നാട്ടിലേക്ക് വരേണ്ട കാര്യം സംസാരിച്ചു. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമാണെന്നും കുറച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർത്തതിന് ശേഷം വരാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ബന്ധു പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ വിഷയമുണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നുകൂടി പറയുന്നു. പക്ഷേ പോലീസ് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് എത്തിയിരിക്കുന്നു. വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ദാമോദര മേനോന്റേതാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ കരുണാകരനും ഈ ഫോട്ടോ കണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയ്ക്ക് അപ്പുറത്ത്
കഴിഞ്ഞ പണ്ട് കാലത്ത് അദ്ദേഹം എടുത്ത് ഇവർക്ക് കാണാൻ വേണ്ടി അയച്ചു നൽകിയ ഫോട്ടോയും അവർ വീടിനകത്തുണ്ട്. ഏകദേശം സുകുമാരക്കുറുപ്പിൻ്റെയൊക്കെയും വേണമെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ സുകുമാരക്കുറുപ്പിൻ്റെതാണെന്ന് ഇപ്പോൾ നോക്കുന്നതല്ല, നമുക്ക് സുകുമാരക്കുറുപ്പിൻ്റെ മുഖച്ഛായ വരുന്നൊരു കാലമാണ്, ദിവസങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, തറപ്പിച്ചു നോക്കിയാൽ സുകുമാരക്കുറുപ്പാണെന്ന് സംശയം തോന്നാം. അത്തരത്തിലൊരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. സ്വാഭാവികമായും അതും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാണിച്ചു തന്നു. ഏതായാലും താൽക്കാലികമായ വിരാമമാവുകയാണ് സത്യത്തിൽ ഈ സുകുമാരക്കുറുപ്പ് ഫോട്ടോ വിവാദത്തിന് എന്ന് പറയേണ്ടി വരും. പക്ഷേ പോലീസ് അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഇത് ഈ കേസ് അവസാനിപ്പിക്കുക. കാരണം ഇതിന്റെ അന്വേഷണത്തിനും അപ്പുറത്തേക്ക് ഒരു ഘട്ടം കടന്നുകൊണ്ടുള്ള പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ദാമോദര മേനോനെ പോലീസ് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ വരാം എന്നൊക്കെയാണ് പോലീസുകാരോട് പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹവും ഏറെ ആശങ്കപ്പെട്ടു പോയിട്ടുണ്ടാകും. തന്റെ പേരിൽ തന്റെ ചിത്രം വെച്ചൊരു പിടികിട്ടാപ്പുള്ളി, അതും രാജ്യം നടുങ്ങിയ ക്രൂരമായ കൊലപാതകത്തിന്റെ പേരിൽ ഒക്കെ തന്റെ ചിത്രം പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹവും നടുങ്ങിയിട്ടുണ്ടാകും. എന്തായാലും നാട്ടിൽ വരാം, പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നതാണ് വിവരം. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.